നാലോണനാളിൽ തൃശൂർ നഗരം കീഴടക്കാൻ പുലികൾ മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഇത്തവണ 9 സംഘങ്ങളാണ് പുലിക്കളിയിൽ അണിനിരക്കുക. പുലികളെ തിരഞ്ഞെടുക്കുന്നതിൽ മുതൽ ഒരുക്കങ്ങൾ തുടങ്ങുന്നു. കുടവയറുള്ളവരെ സ്വന്തമാക്കാൻ സംഘങ്ങൾ തമ്മിൽ മത്സരമാണ്. വയറിട്ട് കുലുക്കിയാൽ പുലി തലയിട്ട് കുലുക്കുന്നതായി തോന്നണം. വെറുതെ കുലുങ്ങിയാൽ പോരാ, പുലിക്കുട്ടിനനുസരിച്ച് ചുവട് വയ്ക്കണം. അത്തരം കുടവയറന്മാരെ തേടിപ്പിടിച്ച് സംഘങ്ങൾ മടയിൽ എത്തിച്ചു കഴിഞ്ഞു. ഓരോ ടീമിലും പരമാവധി 51 പുലിയെന്നാണ് കണക്ക്. അതിൽ കുറഞ്ഞത് 15 മുതൽ 20 വരെ വയറന്മാരുണ്ടാകണം. പെൺപുലികളും കുട്ടിപ്പുലികളും വേറെ, 6 പാക്ക് പുലികളും കൂട്ടത്തിലുണ്ടാകും. പ്രത്യേകതകൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് സസ്പെൻസായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ അവസാന ദിവസമാണ് നമ്മളത് പറയാറുള്ളൂ. പുലിവരയിലുമുണ്ട് കാര്യം. മെയ്യെഴുത്ത് കലാകാരന്റെ കരവിരുതാണ് കാണികളിൽ കൗതുകം നിറയ്ക്കുക. ശരീരം കൊണ്ട് മാത്രമല്ല, വരയും വർണ്ണവും കൊണ്ടും ഓരോ പുലിയും വ്യത്യസ്തനാകും. 9 ദേശക്കാരാണ് ഇത്തവണ നഗരത്തിൽ പുലിക്കളിയുമായി ഇറങ്ങുക. ഒരു പുലിക്കളി സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളും 2 നിശ്ചലദൃശ്യവും ഒരു പുലിവണ്ടിയും ഉണ്ടാകും. ഓരോ സംഘങ്ങളുടെയും നിശ്ചലദൃശ്യങ്ങളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. ഈ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ചമയങ്ങൾ, അത് ഒരുക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം. പിന്നെ ടാബ്ലോയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് മുൻകൂട്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പുലിക്കളിയോടെ തൃശ്ശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാകും. അതിനുള്ള കാത്തിരിപ്പിലാണ് നഗരം. TCV ന്യൂസ്, തൃശ്ശൂർ.